മുടിയെ കെയർ ചെയ്യാൻ, ബാഹ്യമായ രീതിയിൽ കെയർ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ടിപ്പാണ് ഇന്ന് പരിചയപ്പെടുന്നത്. സിറം തയ്യാറാക്കുന്നതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അതല്ലാത്ത വശം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ചേരുവ എന്ന് പറയുന്നത് ഉണങ്ങിയ റോസ് പെറ്റൽസ്. ഇതിപ്പോൾ എനിക്ക് മൊട്ടാണ് കിട്ടിയിട്ടുള്ള പെറ്റൽസാണ് നല്ലത്. അപ്പോൾ അതെടുക്കാം. അത് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ എടുക്കാം. എല്ലാം ഈക്വൽ എമൗണ്ടിൽ എടുത്താൽ മതി. അപ്പം ഈ പെറ്റൽസ് ഇനി ഫ്രഷ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അല്പം അവസാന ഭാഗമായിട്ട് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്താൽ മതി. നെക്സ്റ്റ് ഇതിൽ പ്രധാന ചേരുവയായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ ഇതള് ഉണക്കിയതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫ്രഷ് ഉണ്ടെങ്കിൽ അതിടാം. അതല്ല, ഇതുപോലെ ആ ഉണക്കിയ പെറ്റൽസ് ഞാൻ പൊടിച്ചെടുത്ത പൊടി ചേർത്തതാണ്. പെറ്റൽസ് ആയിട്ട് ഇട്ടാലും മതി. തുളസിയുടെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ആ തുളസിയുടെ ഫ്രഷ് ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് താരനും ചൊറിച്ചിലൊക്കെ ഉള്ളവരാണ്, പെയിനൊക്കെ ഉള്ളവരാണെങ്കിൽ ആര്യവേപ്പില ഉണ്ടല്ലോ, അത് അല്പം ഇട്ടാൽ മതി. ഇതിൻ്റെ പൊടി എടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ലീവ്സ് എടുക്കാം. ഇൻഗ്രീഡിയൻസ് അതാണ് എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യം പോലെ ചേർക്കാം. ഉലുവ പൊടിയാകുമ്പോൾ ഒരുപാട് പത പോലെ വരും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിത് ഉലുവ എടുത്തിട്ടുണ്ട്. മായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണ്. ഇനി പുറമെ വെക്കണേ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു വളരെ കുറുക്കിയെടുത്തിട്ടുള്ള ഒരു രൂപമാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ നന്നായിട്ട് ഞാൻ തുണിയിലൂടെയാണ് അരിച്ചെടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിൻ്റെ ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇങ്ങനെ കുടുങ്ങിയിരിക്കും, സ്റ്റക്കായി പോവും. അതുകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. അല്പം കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണയാണ്. അപ്പോൾ ആവണക്കെണ്ണ അല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന വളരെ സ്റ്റിക്കി ആയിരിക്കും എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഒന്നും അത് സ്യൂട്ടാവില്ല. ചിലർക്ക് ആവണക്കെണ്ണയാക്കിയ കൂടുതൽ മുടി കൊഴിയാണ് ചെയ്യാറ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചേർക്കുമ്പോൾ മുടിയിലേക്ക് എത്തുകയും ചെയ്യും. ദിവസമൊന്നും ഇപ്പോൾ നമ്മൾ ആവണക്കെണ്ണയൊന്നും അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ അത് ഒരു ഗുണമാണ്. നെക്സ്റ്റ് അലോവേര ജെല്ല് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ചേർക്കാം. പക്ഷേ അലോവേരയുടെ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്ലീസിങ് സ്മെൽ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ അല്പം റോസ് വാട്ടറോ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്ന് ചേർത്താലും നല്ലൊരു സ്മെല്ല് കിട്ടും. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സിറം സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ഹെയർ ലൈൻസിലൊക്കെ കറക്റ്റ് പിടിപ്പിക്കാനും മസാജ് ചെയ്യാനൊക്കെ എളുപ്പമുള്ളത്. സിറം ടൈപ്പ് ഉള്ള അതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലായിരിക്കും എന്ന് തോന്നുന്നു. സൗകര്യം പോലെ ചെയ്യാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും കൂടെ തിക്കാക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കുറച്ചുകൂടെ അലോവേര ജെല്ല് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെയർ സിറം ഇവിടെ തയ്യാറായിട്ടുണ്ട്.